നമസ്കാരം, ദിനേശാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി മാടക്കത്തറയിലെ രാമദേവേട്ടന്റെ ആട് വളർത്തൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി രാമദേവേട്ടന്റെ വീട്ടിലാണ്. ഏതാണ്ട് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ആട് വളർത്തൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ് രാമദേവേട്ടൻ. ഹൈബ്രിഡ് ആട് വളർത്തൽ രംഗം ലാഭകരമാണോ എന്നറിയാൻ വേണ്ടി, ഹൈബ്രിഡ് ആടുകളുടെ പൊതുവിശേഷങ്ങൾ അറിയാൻ വേണ്ടി, അതിന്റെ വളർത്തൽ രീതികളെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് രാമദേവേട്ടനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും ഹൈബ്രിഡ് ആടുകളെ കുറിച്ചും രാമദേവേട്ടന്റെ ഈ പറയുന്ന ആട് വളർത്തൽ രംഗത്തെ കുറിച്ചുമൊക്കെയാണ്. ഈ 15 വർഷത്തെ ചേട്ടന്റെ ഈ ഹൈബ്രിഡ് ആട് വളർത്തൽ അനുഭവം ഒന്ന് പറയാൻ പറ്റും? തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് നോട്ടത്തിന്റെ ഇതിലും അനുഭവങ്ങൾ കുറച്ച് പഠിക്കേണ്ടി വന്നു. കാരണം കുറെയൊക്കെ രോഗം വന്നൊക്കെ ചാവേണ്ട ഒരു ഗതികളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ നമ്മൾ കുറെയൊക്കെ പഠിച്ചു. കാരണം രോഗം വന്ന ചികിത്സിക്കേണ്ട രീതികളും അതുകൊണ്ട് രീതികളൊക്കെ പെട്ടെന്ന് രോഗം വന്ന ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ബാധ്യതകളൊക്കെ രോഗം വന്ന്. ഹൈബ്രിഡ് ആടിനെ വളർത്തുമ്പോ നമ്മള് ആദ്യം പഠിക്കണം. കുറച്ച് പഠിക്കാണ്ട്. പെട്ടെന്ന് ഒരാൾ എടുത്തിയാളെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ച് പഠിച്ചില്ലെങ്കിൽ ആള് കയ്യിൽ നിന്ന് പോകണ അറിയില്ല. അതാണ് കാര്യം. അങ്ങനെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു നിലപ്പറ്റിലെത്തിയപ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് തളർച്ച രോഗം ഞാൻ പറഞ്ഞില്ല, പനി വരിക, അങ്ങനെയുള്ള വയറിളക്കം വരിക, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഉടനെ വയറ്റിൽ ഗ്യാസ് കയറുക, തീറ്റ കൂടിയിട്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മള് ചെയ്യേണ്ട മരുന്നുകൾ അപ്പൊ തന്നെ ചെയ്യണം. അല്ല, ആടിന്റെ രോഗലക്ഷണം മുൻകൂട്ടി നമ്മൾ കാണുകയും അതിനപ്പം തന്നെ മരുന്ന് കൊടുക്കുകയും ചെയ്യണം. ആടുകൾ തോന്നി പിടിച്ച പോലെ നിൽക്കുമ്പോൾ അത് വയറ് വീർത്താണോ പനിയാണോ എന്താന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അപ്പൊ തന്നെ അതിന്റെ രോഗലക്ഷണം കൂടുതലാവണേക്കാളും മുമ്പ് ചെയ്താൽ പെട്ടെന്ന് കുറയും. ഓക്കെ, എനിക്ക് തോന്നുന്നത് അനുഭവം കൊണ്ട് മാത്രം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഒരാൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ആ ശ്രദ്ധ അപ്പൊ വരുമല്ലോ. രോഗലക്ഷണം വരുമ്പോ ആ ശ്രദ്ധ വരും. എന്നാൾ പറയുന്നതാണ് നമുക്കത് അതുപോലെ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വരും. ശരി, ഏതൊക്കെ ഇനങ്ങളാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് കൂടുതലും സങ്കരയിനത്തിൽപ്പെട്ട ആടുകളാണ്. സങ്കരയിനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ നമ്മുടെ ഉള്ളത്? അതിപ്പം യമുനപ്പാരി, ചോട്ടാപ്പുരി, ഷിരോഗി, ഹൈദരാബാദി. ഇത് എല്ലാം നമ്മുടെ ഒറിജിനൽ ബ്രീഡ് തന്നെയാണോ അതോ ക്രോസ് ബ്രീഡ്? ചോട്ടാപ്പുരിയും ഷിരോഗിയും ഒറിജിനലാണ്, ഹൈദരാബാദിയും ഒറിജിനലാണ്. പിന്നെയുള്ളതൊക്കെ ക്രോസ് ആയിട്ട് തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഹൈബ്രിഡ് ആടുകളുടെ പ്രത്യേകത എന്തൊക്കെയാ? ഹൈബ്രിഡ് ആടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. കുട്ടികളെ നല്ല രീതിയിൽ നോക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെക്കാണ് അതിന്റെ ഒരു നല്ല ഭംഗിയിൽ. എനിക്ക് തോന്നുന്നു വളർച്ച പെട്ടെന്ന് വളരും. പെട്ടെന്ന് വളരും. തൂക്കം കൂടുതലുണ്ടാവും. കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല വളർച്ച കിട്ടും. പെട്ടെന്ന് വളരും. തൂക്കം കൂടുതലുണ്ടാവും. അതിപ്പോ ക്രോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണോ? ക്രോസ് ആണെങ്കിലും കുട്ടികൾക്ക് ഒരു വളർച്ച പെട്ടെന്ന് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഉള്ളത് ഇപ്പൊ മലബാറിയും ഹൈദരാബാദിയും തമ്മിലുള്ള ക്രോസ് അല്ലേ? അതെ, കൂടുതലുള്ള ജെപിയുടെ ക്രോസ് ഉണ്ട്. ജെപിയുടെ ക്രോസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഇവിടുത്തെ ഈ അമ്മയാടുകൾ അല്ലെങ്കിൽ പെടയാടുകളൊക്കെ ജെപിയുടെ ക്രോസുകളാണോ? ജെപിയുടെ ക്രോസുകളാണ്. ജെപിയുടെയും ഹൈദരാബാദിന്റെയും ക്രോസ് ആണ്. അത് ശരി. ഇപ്പൊ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ? വേവിച്ചതും. എന്ത് വേവിച്ചതാ? പുളിങ്കുരു. പുളിങ്കുരു വേവിച്ചത്. പിന്നെ ഉഴുന്ന് നുറുങ്ങ്. ഉഴുന്നിന്റെ പൊടി. ഉഴുന്ന് പൊടിയാണോ? ഉഴുന്ന് പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അല്ലാതെ കമ്പനിയിൽ കിട്ടും. അതിന്റെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പശുക്കൾക്ക് കൊടുക്കുമല്ലോ, ആ ഉഴുന്നുറുങ്ങ പറയാ. അതല്ലേ? അപ്പൊ നമ്മൾ മൊത്തത്തില് ഒരുമിച്ച് മേടിച്ചു. ഉഴുന്ന് തവിട് എന്നും പറയാ. ഉഴുന്ന് തവിട്, പുളിങ്കുരു പൊടി, പുളിങ്കുരു പൊടിച്ചത്, തേങ്ങ പിണ്ണാക്ക്, അങ്ങനെയൊക്കെ. പുളിങ്കുരുവിന്റെ ഈ പുളിങ്കുരു പൊടിച്ച എവിടെ കിട്ടുക? അത് കൊടുക്കും ചേരിയില്. ഇവിടെ കടകളിൽ കിട്ടും സാധാരണ. കടകളിൽ കിട്ടിയോടുന്നു. പക്ഷെ അതിപ്പോ ഒറിജിനൽ അല്ല കിട്ടുന്നു. മായം ചേർക്കണ്ടായില്ല. അതിലും മായായോ? അത് വേവിച്ചു കൊടുത്ത് തിന്നാണ്ടായി തുടങ്ങി. ശരി. അപ്പൊ ഞങ്ങൾ പൊടിക്കുന്നിടത്ത് പോയി മേടിച്ചുകൊണ്ട് വരിക. അതിനൊക്കെ എത്ര രൂപ വിലയുണ്ട്? പുളിങ്കുരു 25 രൂപ കിലോ. 1 കിലോ പുളിങ്കുരു പൊടിച്ചതിന്. അപ്പൊ ഉഴുന്ന് നുറുകിനോ? ഉഴുന്നുറുകിന് ചാക്ക് എടുക്കുമ്പോ 1300 രൂപ. ചാക്കായിട്ട് എടുക്കുക 50 കിലോ 1300. 50 കിലോ. ശരി. പിന്നെ എന്തൊക്കെയാ കൊടുക്കുക? പിന്നെ പിണ്ണാക്കിന് എന്ത് വില വരുന്നുണ്ട്? 62, 60. നല്ല വില വരുന്നുണ്ട്. പിണ്ണാക്ക് മാത്രം കൊടുത്താൽ മുതലാവില്ല. കുറേശ്ശായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കുറേശ്ശെ അത്രേ ഉള്ളൂ, ഒരു മണത്തിന് വേണ്ടി. പിന്നെ രാവിലെ അല്ലാതെ പിന്നെ നമ്മൾ എപ്പോഴാ കൊടുക്കുക? പിന്നെ വെള്ളം കൊടുക്കുമ്പോ തവിട് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് ഇളക്കി രാവിലെ തന്നെ കുച്ചി കൊടുക്കും. പിന്നെ എപ്പോഴാ കൊടുക്കുക? പിന്നെ 6-6:30 കൂടി
വൈകുന്നേരം ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കട്ടിത്തീര് ഇപ്പം മേയ്ക്കാൻ കൊണ്ടുപോകുന്നവർക്ക് കട്ടിത്തീര് കൊടുക്കും, അല്ലാത്തവർക്ക് വെള്ളം മാത്രം കുറച്ച് കൊടുക്കും. എല്ലാ ദിവസവും മേയ്ക്കാൻ കൊണ്ടുപോകും? ആ, എല്ലാ ദിവസവും കൊണ്ടുപോകും. എത്ര മണിക്കൂർ? ഒരു 2.5 മണിക്കൂർ കൊണ്ടുപോയി മേയ്ച്ച് കൊണ്ടുപോകും. പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ? ഈ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് അസുഖങ്ങൾ കുറയാനൊരു കാരണമാകുന്നുണ്ട് അല്ലേ? നടക്കുമ്പോഴൊക്കെ അവർക്ക് എക്സസൈസ് കിട്ടല്ലോ. ഓ ശരി ശരി. ഇപ്പോ നമുക്ക് ഈ ഹൈദരാബാദിയൊക്കെ വർഷത്തില് എത്ര പ്രസവം കിട്ടാറുണ്ട്? വർഷത്തില് 2 പ്രസവം നമ്മള് കണക്ക് കൂട്ടാം. വെച്ചാൽ ഒരു 3 മാസത്തില് വേണം പ്രസവിച്ചു കഴിഞ്ഞാല് 2 വർഷം 2 പ്രസവം നമ്മൾ പറയാം. വർഷം കടന്നു പോകും 2 പ്രസവം വരുമ്പോ. ഒരു 14 മാസമൊക്കെ ആവും അല്ലേ? 5 മാസം കൂടുമ്പോ ഒരു 3 മാസം ഗ്യാപ്പ് വരണം. 3 മാസം ഗ്യാപ്പ് വരണം. ഒരു പ്രസവം കഴിഞ്ഞ് എത്ര മാസം സമയം എടുക്കണം പിന്നെ രണ്ടാമത് ക്രോസ് ചെയ്യിപ്പിക്കാൻ? 3 മാസം. 3 മാസമെങ്കിലും വേണം. 3 മാസമെങ്കിലും വേണം. അത് ആടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ശരി. ഇപ്പോ ഒരു പ്രസവത്തിൽ ഈ ഹൈബ്രിഡ് ആടുകൾക്കൊക്കെ എത്ര കുട്ടികൾ ഉണ്ടാവാറുണ്ട്? ഹൈബ്രിഡ് ആടുകൾക്ക് ഏറ്റവും കൂടുതൽ 3 കുട്ടി വരെ കിട്ടിയിട്ടുള്ളൂ ഇവിടെ. 3 കുട്ടി വരെ കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. 3 കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമില്ല. ഒരു കുട്ടിക്ക് ലേശം പാല് കുറവുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിച്ച് പാല് കുടിപ്പിക്കണമെന്ന് മാത്രം. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പാല് കിട്ടില്ല. അപ്പൊ പാല് കുടിപ്പിക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ച് കുടിപ്പിക്കണം. എല്ലാവർക്കും ഒരുപോലെ പാല് കിട്ടുന്ന രീതിയിൽ വേണം കുടിപ്പിക്കാൻ അല്ലേ? ഇവിടെ പാല് കുട്ടികൾക്ക് കൊടുക്കാന്നല്ലാതെ പാല് വിൽക്കാനിവിടെ ഉള്ള സമയത്ത് വിൽക്കും, അല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് എല്ലാ പാലും. അല്ല, സാധാരണ ഈ ഹൈബ്രിഡ് ആടുകൾക്ക് പാല് കൂടുതലായിട്ട് കിട്ടും മലബാറി അപേക്ഷിച്ച്? മലബാറി അപേക്ഷിച്ച് 3 ആടുകൾക്ക് ഇവിടെ നന്നായി പാലുണ്ട്. കൊടുക്കാനുള്ള പാലും ഉണ്ടാവാറുണ്ട് അല്ലേ? ചില സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് കുടിക്കുന്ന കാരണം അതില്ല. അപ്പൊ വീട്ടിലത്തെ ആവശ്യത്തിന് മാത്രം കടന്നെടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കുട്ടികളെ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടന്നെടുക്കാനുള്ള പാല് കിട്ടും. ഉണ്ടാവും അല്ലേ? ഇപ്പൊ മലബാറിക്കാണോ അതുപോലെ തന്നെ ഈ ഹൈബ്രിഡിനാണോ പാല് കൂടുതൽ കിട്ടുക എന്ന് പറയാൻ കഴിയും? പാല് കൂടുതൽ ഇപ്പൊ ഇവിടെ 2 ലിറ്റർ പാല് കിട്ടി വരുന്ന ഈ ചോട്ടാപുരി ആടെന്ന് പറഞ്ഞ ആടിന് 2 ലിറ്റർ പാല് വരെ കിട്ടിയിട്ടുണ്ട്. അതെ, ചോട്ടാപുരിക്ക്. ഷിരോയ്ക്ക് 2 ലിറ്റർ പാല് കിട്ടുന്ന ആള്. ഷിരോഹി 2 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുടിച്ചു കഴിഞ്ഞിട്ടാണോ? മൊത്തം പകുതി നമ്മൾ കുട്ടികൾ കുടിക്കുമ്പോൾ ഒരു 1/2 ലിറ്റർ പാല് 3/4 ലിറ്റർ പാല് അങ്ങനെ നമുക്ക് കടന്നെടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ. അതല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ കുട്ടികൾ നമ്മൾ വിറ്റ സമയത്താണെങ്കിൽ പിന്നെ പാല് കൂടുതൽ കിട്ടും. പാല് മുഴുവൻ നമുക്ക് ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു, ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടീനെ നമ്മൾ എത്ര മാസം വളർത്തിയിട്ടാ കൊടുക്കുക? 4 മാസം 3 മാസം കഴിഞ്ഞാൽ വിറ്റുടങ്ങും. 3 മാസം കഴിഞ്ഞ 3 മാസം കഴിയുമ്പോൾ 3 മാസം എന്നൊക്കെ പറയുമ്പോ ഏകദേശം എത്ര കിലോ തൂക്കം വരും പറയാൻ പറ്റുമോ? 3 മാസം എന്ന് പറയുമ്പോ ഒരു 15 കിലോ ഏകദേശം വരും. 15 കിലോ ആയാൽ നമ്മൾ കൊടുക്കും അല്ലേ? എങ്ങനെ നമ്മൾ ഇതിന്റെ കൊടുക്കലിന്റെ വില എങ്ങനെ നിശ്ചയിക്കുന്നത്? 5 കിലോ 20 കിലോ വരും. അപ്പൊ നമ്മള് വില ഒരു കണ്ടു വില പറയുകയാണോ അതോ തൂക്കി കൊടുക്കണോ? കണ്ടുവരി തന്നെ. കണ്ടുപറയാണ്. ഏകദേശം ഒരു ധാരണ പ്രകാരം കൊടുക്കണോ? 10,000 രൂപ മുതല് 12,000 13,000 വരെ ആവാറുണ്ട് നമ്മുടെ ഈ ഒരു 3 മാസം കഴിയുമ്പോ ഏകദേശത്തിന്റെ വലിപ്പം. പിന്നെ അവിടെ നിന്ന് പ്രായം കൂടുന്നവരും പിന്നെ വിലയിലും മാറ്റം വരും. 13,000 എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോയുടെ മുകളിലേക്ക് കുട്ടികൾ വരും. ഇപ്പൊ ഞാൻ കണ്ട കുട്ടി ഉണ്ടല്ലോ ഹൈദരാബാദി, അതിന് 25 ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദിയുടെ കുട്ടിക്ക് 25,000 രൂപ. പെടക്കുട്ടിക്ക് 25,000 രൂപ എന്ന് പറഞ്ഞ എത്ര മാസം ആയി കുട്ടിക്കാ? അത് 4 മാസം. 4 മാസം ആയി കഴിഞ്ഞാൽ 25,000 രൂപയ്ക്കാണ്. ആ കുട്ടിക്ക് പ്രത്യേകത ചെവിയൊക്കെ നല്ല നീളം കൂടുതലും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഹൈബ്രിഡിന്റെ തന്നെ ഒറിജിനൽ ബ്രീഡാണ്. ഒറിജിനൽ ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മള് ഈ നമ്മുടെ ഹൈദരാബാദി മുട്ടനിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടിയാണോ? അതെ, നല്ല കുട്ടിക്ക് അതൊരു മിനിമം റേറ്റ് ആണല്ലേ? അങ്ങനെ തൂക്ക റേറ്റ് ഒന്നും അല്ല അതിന് ഒരു കാണച്ചന്താണല്ലോ, ഒരു ആനച്ചന്തം പോലെ കുട്ടികൾക്ക് ഉണ്ടല്ലോ അതിന്റെ ചെവിയുടെ നീളവും ഭംഗിയും ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു വില പറഞ്ഞാൽ വില കിട്ടും. നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ നമ്മൾ ആർക്കാ ഇങ്ങനെ ആടിനെ ഇവിടുന്ന് കൊടുക്കാറുള്ളത്? വളർത്തുകാർക്ക് നമ്മൾ കൊടുക്കണം. ആളുകൾ വന്ന് വാങ്ങിട്ട് പോവോ? എങ്ങനെ വിപണി കണ്ടെത്തുക? അന്വേഷിച്ചു വരികയാണോ? അങ്ങനെ അതേ മോൻ യൂട്യൂബില് കിട്ടുള്ളൂ. അതെ, ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇടും. ആട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ വിളിച്ച് ചോദിച്ചു തുടങ്ങും. അതല്ലേ? അപ്പൊ തന്നെ ശരി. അപ്പൊ ഈ തൂക്കം അല്ലെങ്കിൽ 10,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ആടെന്ന് പറഞ്ഞാൽ അവർക്കും കാണുമ്പോ അറിയാലോ, വീഡിയോ ഇതൊക്കെ കാണുമ്പോ. അതന്നെ, ഒരു 3 മാസമായ കുട്ടിക്ക് 10,000 രൂപ മുതലാണ് നമ്മൾ കൊടുക്കാന്നൊക്കെ പറയണ്ടോ? അപ്പൊ അത് ഏത് കുട്ടീനെ? ഹൈദരാബാദിലെ ക്രോസിനാണോ? ഹൈദരാബാദിലെ ക്രോസിനാണ്. അപ്പൊ ഈ തൂക്കത്തിന് ഇത്ര രൂപ അങ്ങനെയൊന്നും ഇല്ല അല്ലെ? അങ്ങനെയൊന്നുമില്ല. തൂക്കത്തിന് 500 രൂപയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കട്ടിന്റെ ആവശ്യമൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. മലബാരിക്ക് 450 രൂപ 500 രൂപ ആ നിലയിലാണ് മലബാരിക്ക് കൊടുക്കണേ കേട്ടോ.
അപ്പൊ ഇത് ആവുമ്പോ അതിന് കൂടുതലേ ഉള്ളൂ. 500 ഈ പറയുന്ന ഹൈബ്രിഡ് ഒക്കെ ആവുമ്പോ അതിന് മുകളിലേക്കല്ലേ പോകുള്ളൂ. നിലവിൽ നമ്മുടെ കയ്യില് കുട്ടികളെ ഏതെങ്കിലും കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട് ഇപ്പൊ. ഉണ്ട് അല്ലേ? എത്ര കുട്ടികൾ കൊടുക്കാണ്ട്? 5 കുട്ടികളുടെ മുകളിലുണ്ട്. ഉണ്ട് അല്ലേ? എല്ലാം ഈ ഹൈദരാബാദിലെ ക്രോസ് ആണോ എല്ലാം? ആണല്ലേ? അതൊക്കെ എത്ര രൂപയായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കണേ? അതിപ്പോ ഈ പറഞ്ഞ 10,000 രൂപ മുകളിലേക്ക് തൊട്ടങ്ങോട്ട് വരും. ഉണ്ട് അല്ലേ? ഓരോ കുട്ടികൾക്ക് വില വരും. 10+. മുട്ടക്കുട്ടികളിലല്ലോ പെടക്കുട്ടികളല്ലേ? മുട്ടക്കുട്ടികളുണ്ട്, പെടക്കുട്ടികളുണ്ട്. മുട്ടനെ അപ്പൊ എങ്ങനെ വില നിശ്ചയിക്കുക? മുട്ടനെ ചിലപ്പോൾ കൂടി കൂടാൻ സാധ്യത കൂടും. മുട്ടനെ നമ്മൾ റേറ്റ് കൂട്ടൂലേ? റേറ്റ് കൂട്ടുന്നതല്ല, അവർക്ക് പവർ ലേശം കൂടി ഉണ്ടല്ലോ കാഴ്ചപ്പാടിൽ തന്നെ കാണുമ്പോ. പിന്നെ ഈ മറ്റേ കർഷകര് മുട്ടനൊക്കെ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് ക്രോസിംഗ് ആവശ്യത്തിന് വേണ്ടിട്ടായിരിക്കും. അവരെ നിർത്താൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. അതാണ് അവർക്ക് ഇറച്ചി ആവശ്യത്തിന് അല്ലല്ലോ കൊണ്ടുപോണേ. അങ്ങനെ ആരും വലുതാക്കി ഇറച്ചിക്ക് കൊണ്ടുപോയില്ല, വളരെ കുറവാണ് അല്ലേ? മലബാറിയൊക്കെ പ്രധാനമായിട്ട് മുട്ടനൊക്കെ പോകുന്നത് ഇറച്ചിക്കായിരിക്കും. പക്ഷെ ഹൈബ്രിഡ് പോകുന്നത് ഈ ബ്രീഡിംഗ് ആവശ്യത്തിനായിരിക്കും അല്ലേ? ഈ കൂട് നിർമ്മിച്ചിട്ട് എത്ര വർഷം ഉണ്ടാവും? ഇതിപ്പോ ഒരു 8 വർഷം ആവാറായി. കൂട് വർഷത്തെ പിന്നിലാണ് ആ കൂട് കൊണ്ട് മാറ്റിയതാണ് അല്ലേ? ഈ കൂട് നിർമ്മാണത്തിന് എത്ര രൂപ ചെലവായിട്ടുണ്ടോ? ഏകദേശം 1.5 ലക്ഷം രൂപയായി. അന്ന് ചെലവായിട്ടുണ്ടോ? 8 വർഷം മുമ്പ് അന്ന് ചെലവായിട്ടുണ്ട്. ഈ തട്ടടിച്ച് ചെയ്യാൻ വേണ്ടിട്ട് വെൽഡിങ്ങും ഷീറ്റ് മാച്ചിലും എല്ലാം കൂടി 1.5 ലക്ഷം ഉണ്ട്. ഇന്നിപ്പോ 2-3 ലക്ഷം ആവും. തീർച്ചയായിട്ടും ആവും. ഇന്നിപ്പോ സാധനം കഴിഞ്ഞിട്ട് ഇരട്ടി വിലയായില്ലോ, ഇരട്ടിയിലും മുകളിൽ വിലയായി ഇന്നത്തെ ചെലവനുസരിച്ച്. ശരി. ഈ നമ്മളെ ഈ മലബാറി ആടുകളെ അപേക്ഷിച്ച് ഹൈബ്രിഡ് ആടുകൾക്ക് അസുഖം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ മലബാറിയാണ് നല്ലതെന്നൊക്കെയാണ് പല കർഷകരും പറയുന്നത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കർഷകർ പറയുന്നതില് വ്യത്യാസങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് പറയാനില്ലേ. നമ്മള് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ നമ്മൾ മരുന്ന് ചെയ്താൽ മതിയില്ലേ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ ആട് കർഷകർക്ക് എല്ലാ കാലത്തും പ്രിയം മലബാറി തന്നെയാണ്. ഇപ്പോ നമ്മുടെ ചാനലിൽ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ വീഡിയോകൾ നമ്മൾ മലബാറിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം മലബാറിയാണ് ഒരുപാട് കർഷകർ ചെയ്യണേ. എന്നാൽ ഇവരൊക്കെ മുമ്പ് സങ്കരീന ആടുകളെ ചെയ്തിരുന്നു. എന്നിട്ട് അസുഖങ്ങൾ ബാധിക്കുന്നത് മൂലം പെട്ടെന്ന് നിർത്തി മലബാറിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ സങ്കരീന ആടുകളെ വളർത്തുന്നത് ഇത്രയും വർഷത്തെ ഒരു അനുഭവം, രാമേട്ടന്റെ അനുഭവം എങ്ങനെയാണ്? അതായത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതലും മഴ കൊള്ളിക്കാൻ പാടില്ല. മഴയത്ത് അങ്ങനെ വിട്ട് തിരിയാൻ പാടില്ല. ഈ സങ്കരാനങ്ങൾക്ക് അതിനാട്ടങ്ങൾക്ക് മഴ കൊള്ളുന്ന അത്ര നല്ലതല്ല. കൂടുതലും മഴക്കാലത്ത് കൂടുതൽ വെയിലും നല്ലതല്ല. കൂടുതൽ വെയിലും നല്ല ചുട്ട വെയിലത്ത് നമ്മൾ വിടില്ല. ഒന്ന് വെയിലാറിയ സമയത്തൊക്കെ മേയ്ക്കാൻ പോവുക, അങ്ങനെ തിരിച്ചു കൊണ്ടുവരിക. നല്ല മഴയത്ത് മഴ ഒഴിവായിട്ടുള്ള സമയത്ത് മേയ്ക്കാൻ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അതിനനുസരിച്ച് ലക്ഷണങ്ങൾ കുറേശ്ശൊക്കെ അറിയാം. ആ അറിയുന്നതിനനുസരിച്ച് ഡോക്ടറെ കാണിക്കാൻ നമ്മൾ സ്വന്തം ചികിത്സയിലും കുറേശ്ശൊക്കെ ചെയ്ത് കഴിഞ്ഞാല് മരുന്നുകളൊക്കെ നമുക്ക് അറിയാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് മാറാറുണ്ട്. ശരി. ഈ മലബാറിനെ അപേക്ഷിച്ച് ഇങ്ങനെ റഫായി വളർത്താൻ പറ്റില്ല. അയ്യോ മറ്റേ മലബാറിനെ സംബന്ധിച്ച് മഴയത്തും വെയിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അയച്ചു വിട്ട് അവർ എത്ര കാലത്തോട്ട് വൈകുന്നേരം വരെ മഴ കൊണ്ടാലും അവർക്ക് പ്രശ്നമില്ല. ഇതാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കുറെ ആളുകള് ആട് വളർത്തൽ രംഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുകയും നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തും നമ്മളെ വിളിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്, നല്ല ആളെവിടെ കിട്ടും, ഏത് തുടങ്ങിയാലാണ് നല്ലത്, ഏത് ഇനാണ് തുടങ്ങേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ദിനം പ്രതി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഏത് ആടെടുത്ത് ആട് വളർത്തൽ രംഗം തുടങ്ങണം എന്നങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇത്രയും വർഷത്തെ ഒരു അനുഭവം കൊണ്ട്? ഹൈബ്രിഡ് ആട് നോക്കുമ്പോൾ അതിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അതിനൊന്നും നോക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നാടനോ അല്ലെങ്കിൽ മലബാറിയോ ഒക്കെ ആയിരിക്കും നല്ലത്. വലിയ റിസ്ക് ഇല്ല. മലബാറി ആവുമ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചത്തുപോന്ന് പറയാൻ കഴിയില്ല. വലിയ റിസ്ക് ഇല്ല. ഇത് കുറച്ച് റിസ്ക് ഉള്ള റിസ്ക് എന്ന് വെച്ചാല് രോഗലക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ രീതിയിലൊക്കെ നോക്കി കൊണ്ട് നടക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു നോക്കിയാലും അതിനുള്ള മെച്ചം നമുക്കുണ്ട്. 1-2 ഹൈബ്രിഡ് ആടിനെ വാങ്ങിയിട്ട് അതിനെ നോക്കി നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണം കൂട്ടിയാൽ മതി അല്ലേ? എണ്ണം കൂട്ടിയാൽ മതി. വലിയൊരു എണ്ണത്തിലേക്ക് പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പെട്ടെന്ന് കൂട്ടാൻ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. ശരി. ഈ രംഗം ലാഭകരമാണോ? ലാഭകരം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ എത്ര മാസം കൂടുമ്പോഴാണ് നമുക്ക് ആടിനെ കൊടുക്കാൻ കഴിയാറ്? ഒരു 6 മാസം കൂടുമ്പോൾ. പിന്നെ അതിനനുസരിച്ച് ഇടകലർന്നതിന് പ്രസവിച്ചും കുട്ടികൾ അതിനിടയ്ക്കൊക്കെ വലുതായി വരികയാണെങ്കിൽ 6 മാസത്തിലായിരിക്കും മുമ്പേ കുട്ടികളൊക്കെ വിൽക്കാൻ പറ്റും അല്ലേ?
കഴിഞ്ഞ 15 വർഷക്കാലത്തെ രാമദേവേട്ടന്റെ ആട് വളർത്തൽ രംഗത്തെ ഹൈബ്രിഡ് ആട് വളർത്തൽ രംഗത്തെ വിശേഷങ്ങളാണ്, അനുഭവങ്ങളാണ്, കൃഷി രീതിയാണ് രാമദേവേട്ടൻ ഇത്രയും നേരം ഈ വീഡിയോയുടെ ഭാഗമായി കർഷകരിലേക്ക്, പുതിയ കർഷകരിലേക്ക്, ആട് വളർത്തൽ രംഗത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.